നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സൗരഭിനോയി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സിനിമ റിവ്യൂവും ട്രാവൽ ഹൈലൈറ്റ്സ് ഒന്നുമല്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ സ്വന്തം കാറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഉള്ളൊരു ചേർന്നുള്ളൊരു ആക്സസറി ഷോപ്പിലാണ്. എൻ്റെ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം ഭയങ്കര ശോകമായിരുന്നു. അത് ഫ്രണ്ടിൽ മാത്രമേ സ്പീക്കർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും മ്യൂസിക് സിസ്റ്റം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പയനീറിൻ്റെ കോആക്സിയൽ സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡോർപാഡ് അടിക്കുകയാണ്. ഡോർപാഡ് അടിക്കുകയാണ്. ഞാൻ നേരത്തെ ഇരുന്ന സ്പീക്കറിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അതായത് ഇപ്പോൾ ഇരിക്കുന്ന സ്പീക്കറിൻ്റെ അവസ്ഥ. നമ്മളപ്പോൾ ആ സ്പീക്കർ അഴിച്ചിട്ട് നേരെ ബാക്കിലെ ഡോർപാഡിൽ കൊടുക്കും. പാർസൽ ഡ്രൈവ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അരോചകമായിട്ട് തോന്നുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡോർപാഡ് തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇനി ആവശ്യം വന്നാൽ നമ്മൾ പാർസൽ ഡ്രൈവിലും സബും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിനും വേണം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക. അതിനനുസരിച്ച് ഞാൻ എൻ്റെ വണ്ടി അടിപൊളിയാക്കുന്നതായിരിക്കും. എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡോർപാഡ് അയച്ചു കഴിഞ്ഞു. ഇടസൈഡിലെ ഡോർപാഡാണ്. അതിനകത്ത് പവർ വിൻഡോ അല്ലേ ചേട്ടാ ഊരിന്? പവർ വിൻഡോ ബാക്കി കണക്ഷൻസ് ഊരിയെടുത്തു. ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് ഡോർപാഡ്. ഇതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്പീക്കർ. സോണി എക്സ്പോർട്ടിൻ്റെ സ്പീക്കേഴ്സാണ്, 2 2 വേ സ്പീക്കറാണ്. നമ്മൾ ഇതഴിച്ച് ബാക്കിലേക്ക് സെറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ പുതിയ പയനീറിൻ്റെ സ്പീക്കർ, പയനീറിൻ്റെ കോആക്സിയൽ സ്പീക്കർ 3900-ൻ്റെ ഈ സ്പീക്കർ നമ്മൾ ഡോർപാഡ് ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഓൾറെഡി ഉള്ളത് നമ്മൾ ബാക്കിലും കൊടുക്കും. നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൗണ്ട് എഫക്ട്സ് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ വണ്ടി ഇരുന്ന സ്പീക്കറിൻ്റെ അവസ്ഥ ഇതാണ്. സോണി എക്സ്പോർട്ടിൻ്റെ സ്പീക്കറാണ്. തുരുമ്പി ചാപ്പാട പരുവായി. നമ്മളിപ്പോൾ ഈ സ്പീക്കറിന് കണക്ഷൻസൊക്കെ വിടിയിക്കുകയാണ്. ഈ സ്പീക്കർ വലിയ സീനില്ലല്ലേ ചേട്ടാ? ഇതിന് അത്രയും കുഴപ്പമില്ല. എന്തെങ്കിലും ഇതിൻ്റെ കണ്ടീഷനുകളുണ്ട്? ഇത് അത്രയും കുഴപ്പമില്ല. നമുക്ക് ക്ലീൻ ചെയ്യുന്ന റെഡിയാക്കി എടുക്കാം. പക്ഷെ ഇത് ഇടുമ്പോൾ ഭയങ്കര സൗണ്ട് കൂടുമ്പോൾ ഭയങ്കര പതർച്ച ഇതിന്. പഴക്കത്തിൻ്റെയാണ്. നമ്മളിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ആ സ്പീക്കർ ഇൻസ്റ്റാൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഓൾറെഡി ഇരുന്ന സോണി എക്സ്പോർട്ടിൻ്റെ സ്പീക്കേഴ്സ് നമ്മളിതുപോലെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും സൗണ്ടെന്ന്. ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ്, പയനീറിൻ്റെ കോവാക്സിയൽ. ഇപ്പോൾ ഇൻസ്റ്റാൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ 2 സൈഡിലും വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഡബിൾ സൈഡ് ടേപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ടോട്ടർ ഇതിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോവാക്സിയൽ സ്പീക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ 2 ഡോറിലും ഇതേ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യും. ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സ്പ്ലോഡിൻ്റെ സ്പീക്കേഴ്സ്, ഈ സ്പീക്കർ നമ്മൾ ബാക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും, ബാക്കിലെ ഡോർപാഡ് ഇൻസ്റ്റാൾ ചെയ്യും. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു സർവീസ് സെൻറ്ററിൽ ഇതുപോലെ ആക്സസറി ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ ഒരു റിറ്റ്സിൻ്റെ വീഡിയോയുടെ ഡോർപാഡിൽ അങ്ങനെ വയറിങ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, പാർസൽ ട്രേ വേണമെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ അവിടെ വയറിങ് ഉണ്ടെന്നും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കിയത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോർപാഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതാകുമ്പോഴത്തേനും ഒരു ഭംഗിയുമായി പുറകിൽ ഇങ്ങനെ സ്പീക്കേഴ്സ് മുളച്ചിരിക്കുന്ന ഒരു ഫീലില്ല. കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ച് സൗണ്ട് ഒച്ച വരുന്ന കുറച്ച് കുറവായിരിക്കും. പക്ഷേ എന്നാലും ഒരു പ്രീമിയം ഫീൽ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിത് ഓൾറെഡി ഉണ്ടായിരുന്ന സോണി എക്സ്പ്ലോറിൻ്റെ സ്പീക്കേഴ്സ്. ഇത് കോവാക്സിയൽ ഒന്നുമല്ല, നോർമൽ സ്പീക്കറാണ്. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് ഇവിടെ റിയർ ഡോർപാഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും 2 സൈഡിലും. ഞാൻ നമുക്ക് കേട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ഇത് ചെയ്തതിന് ശേഷം. അത് ടേപ്പ് വെച്ച് വളരെ സെക്യൂറായിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നു. നമ്മൾ റൈറ്റ് സൈഡിലെ ഡോർപാഡിൻ്റെ സ്പീക്കർ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സ്പീക്കറിലേക്ക് വയർ സപ്ലൈ കൊടുത്തു. മാഗ്നറ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നു. ചേട്ടാ, ഇതിൻ്റെ ഇൻസുലേഷനൊക്കെ സേഫ് അല്ലേ? വേറെ ഷോർട്ടൊന്നും ഉണ്ടാകത്തില്ലോ? എല്ലാം സേഫാണ്.
ഇതാണ് നമ്മുടെ പയനീറിൻ്റെ സീരീസ് ഓഫ് സ്പീക്കർ വരുന്നത്, കോആക്സിയൽ സ്പീക്കർ വരുന്നത്. എല്ലാ ഭാഗവും നീറ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നാളെ ഒരു ഇഷ്യൂ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല, ഷോർട്ട് സർക്യൂട്ട് പോലുള്ള കാര്യങ്ങൾ വന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം അത് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ആ സ്പീക്കറോടെ സൂട്ടാവും നമ്മൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂട്ടാവും കേട്ടോ കറക്റ്റായിട്ട്. എന്നാലും ഹോള് ഡ്രിൽ ചെയ്യേണ്ടി വരും അല്ലേ, ചെറിയ ഹോള് ഡ്രിൽ ചെയ്യേണ്ടി വരും ഇത് കറക്റ്റായിട്ടിരിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് നോർമലി സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും എത്രത്തോളം അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഡ്രില്ലൊക്കെ ചെയ്ത് ഹോള് ഡ്രിൽ ചെയ്താണിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫ്രണ്ട് റൈറ്റ് സൈഡിലെ സ്പീക്കറാണിത്. ഫസ്റ്റ് സ്ക്രൂ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാളേഷന് മുമ്പേ ക്ലീൻ ചെയ്യുകയാണ്. ചേട്ടാ ഒന്നും ഇങ്ങോട്ട് കാണിക്കുക. ക്ലീൻ ചെയ്ത് ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ ഡോർ പാഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൽ. അതിൻ്റെ വൈൻഡിങ് ഒക്കെ റെഡി ആയില്ലേ. ഇതായിരുന്നു അവസ്ഥ. കുറച്ച് തുരുമ്പൊക്കെ വന്നിട്ടുണ്ട്, തുരുമ്പ് പിടിച്ചിട്ടുമുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം എങ്ങനെ ഇരിക്കുമെന്ന്. നമ്മളങ്ങനെ വയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് റിയർ റൈറ്റ് സൈഡിലെ ഡോർ പാഡിൽ ആ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം വയറിംഗ് എല്ലാം കഴിഞ്ഞു. അത് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം സ്പീക്കർ നമ്മൾ ഡോർ പാഡിലേക്ക് അപ്പൻഡ് ചെയ്യും. ഇതിൽ മുമ്പേ സ്പീക്കേഴ്സ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു കവറിങ് ഷീറ്റ് ആ സ്പീക്കേഴ്സിൻ്റെ ഹോള് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ. അങ്ങനെ നമ്മൾ ആ സ്പീക്കർ, ഇതിനകത്ത് എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന സ്പീക്കർ റൈറ്റ് സൈഡിലെ ഡോർ പാഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ഇരിക്കുന്നില്ല, അപ്പോൾ സെറ്റ് ചെയ്യല്ലേ. അങ്ങനെ നമ്മുടെ റൈറ്റ് സൈഡിലെ ഡോർ പാഡിൽ സ്പീക്കർ ഇൻസ്റ്റാൾ കഴിഞ്ഞിരിക്കുകയാണ്, റിയർ ഡോർ പാഡിൽ. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യുന്നേട്ടാ റിയർ ലെഫ്റ്റ് ആണോ? ഇപ്പോൾ നമ്മൾ റിയർ ലെഫ്റ്റിലോട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇതിലുണ്ടായിരുന്ന ആ ഒരു രണ്ടാമത്തെ സ്പീക്കർ നമ്മൾ റിയറിലെ രണ്ടാമത്തെ ഡോർ പാഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിൽ ആ പുതിയ സ്പീക്കറും കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേടാ. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റിയർ ഡോർ പാഡിലെ സ്പീക്കർ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു, ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒന്ന് കേട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോർ പാഡിലെ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പയനീറിൻ്റെ പുതിയ കോആക്സിയൽ സ്പീക്കേഴ്സാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. എവിടെ സാധനം ഇവിടെ? ഓക്കെ, ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ പുതിയ സ്പീക്കർ. നമ്മളിപ്പോൾ അതിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇതിലുണ്ടാകുന്ന വയറിംഗ് സിസ്റ്റം എല്ലാം മാറ്റി പ്രോപ്പറായി ഇൻസുലേറ്റ് ചെയ്ത് കപ്പിള് ഉപയോഗിച്ചാണ് എല്ലാ സ്പീക്കറും കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫായിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ സ്പീക്കേഴ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും വയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സേഫായ മെത്തേഡ്സ് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ റീസെൻ്റ്ലി ഉണ്ടായ പോലത്തെ അപകടങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലായിടത്തും പൈസയല്ല, സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ എല്ലാവരും ഇതുപോലെ വണ്ടി എന്തെങ്കിലും ഇലക്ട്രിക്കൽ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഉറപ്പാക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ ടെക്നീഷ്യൻസിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ പ്രവീൺ ചേട്ടനെയൊക്കെ പോലെ. അപ്പോൾ നമ്മൾ സ്പീക്കറിലോട്ട് വയർ കണക്ട് ചെയ്തു.
ഫൈനൽ നമ്മൾ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഡോർ പാഡിലേക്ക്. ഇതാണ് നമ്മുടെ പുതിയ പയനിയറിൻ്റെ സ്പീക്കർ. ഇനി ഇവനാണ് നമ്മുടെ വാഹനത്തിലുള്ള ശബ്ദകോലാഹലങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഓരോ ഡ്രൈവിൻ്റെയും എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞ ഫാക്ടർ നിർണ്ണയിക്കുന്നതും ഇദ്ദേഹമാണ്. നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം കേട്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു ഡെമോ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും കൂടെ ആലോചിക്കണം. അതൊക്കെ സംഭവം കാണാനൊക്കെ ഇടുവാണ്. അതൊക്കെ ഒരു ഫയൽ പോലൊരു നമ്മളങ്ങനെ 4 സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കി. അപ്പോൾ ഈ വണ്ടിക്കകത്ത് 2 സ്പീക്കർ, സോണിയുടെ എക്സ്പോർട്ടിന് 2 സ്പീക്കറും ഭയങ്കര ശോകമായിരുന്നു, വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ JBLന്റെ പുതിയ 2 സ്പീക്കർ റിയറിലെ ഡോട്ട് പാഡിൽ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ പർപ്പസ് ഇതാണ്, നമുക്ക് കുറച്ചും കൂടെ ബാസ് എന്ന് പറഞ്ഞ സംഭവം എടുത്തു നിൽക്കണം വണ്ടി ഓടുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ JBLന്റെ പുതിയ 2 സ്പീക്കർ ഡോർ പാഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് റിയറിൽ. ഇതാണ് നമ്മുടെ റിയറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന JBLന്റെ പുതിയ സ്പീക്കർ. ഇതൊന്ന് ഇട്ടിട്ട് നമുക്ക് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. ടെസ്റ്റ് ചെയ്ത് ഫൈനലാക്കിയതിന് ശേഷം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവീൺ ചേട്ടൻ അവിടെ ഇപ്പോൾ ഉള്ള പോയ സ്പീക്കേഴ്സ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് തീർന്നല്ലേ? ഫുള്ളും തീർന്ന് കാറിക്കൊണ്ടിരുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ആ ജീവിതം അവസാനിക്കാറായ ചേട്ടന്മാരെ മാറ്റിയിട്ട് നല്ല കിടിലൻ സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ നമ്മുടെ JBLന്റെ പുതിയ സ്പീക്കേഴ്സ് അൺബോക്സ് ചെയ്യുവാണ്. JBL A302HI എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സ്പീക്കേഴ്സ്. എനിക്ക് ഇടുവാന്ന് തോന്നല്ലേ, കുറച്ചും കൂടെ ബാസ് ഓറിയൻറ്റഡ് ആണെന്ന് തോന്നല്ലേ. നമ്മൾ വെക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബാസ് എഫക്റ്റ് വണ്ടിയുടെ അകത്ത് കിട്ടണം. ഒറിജിനൽ ജെന്യുവിൻ JBL സ്പീക്കേഴ്സാണ്. കാണാൻ തന്നെ സൂപ്പർ അല്ലേ? ഈ ലുക്ക് നമ്മൾ ഇതിൻ്റെ വർക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതിന് മുന്നേ ടേപ്പ് അടിക്കണ്ടേ? സ്പേസർ അല്ലേ? ഇതിപ്പം പവർ വിൻഡോയിലൊക്കെ തട്ടാൻ ചാൻസ് ഉള്ളത് നമ്മൾ സ്പേസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പേസർ വേണ്ടേ? കറക്റ്റാണോ? ഇത് കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് സ്പേസർ വേണ്ടെന്നാണ് പ്രവീൺ ചേട്ടൻ പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ഒന്ന് വെച്ചിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ 4 സ്പീക്കേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലെ 2 ഡോറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പയനിയറിൻ്റെ 390 വാട്ട്സിൻ്റെ കോആക്സിയൽ സ്പീക്കേഴ്സാണ്. അതുപോലെ റിയറിലെ 2 ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് JBLന്റെ കോആക്സിയൽ സ്പീക്കേഴ്സാണ്. ആയിരുന്നു നമ്മൾ ഈ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സോണി എക്സ്പ്ലോറിൻ്റെ സ്പീക്കേഴ്സ്. അത് കുറച്ച് അവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം ഇനി നമുക്ക് എന്തായാലും ഡോർ പാഡൊക്കെ കയറ്റി ഡോറൊക്കെ അടച്ച് എല്ലാ സെറ്റ് ചെയ്ത് നോക്കാം. ഇത് ലെഫ്റ്റ് റിയറിലെ JBLന്റെ സ്പീക്കർ. അതുപോലെ ഇത് ഫ്രണ്ട് ലെഫ്റ്റിലെ പയനിയറിൻ്റെ സ്പീക്കർ. നമുക്കിനിയിപ്പോൾ എന്തായാലും എല്ലാ കാര്യം സെറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രിവ്യൂ കേട്ട് നോക്കാം പാട്ടിന്. നമ്മളങ്ങനെ 1 by 1 റീസെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടുത്തെ ഡോർ പാഡിൻ്റെ സൈഡിലത്തെ കാര്യങ്ങൾ റീസെറ്റ് ചെയ്തു. ഇനിയിപ്പം സെൻട്രൽ കൺസോൾ ഇത് ഇങ്ങനെയായിരിക്കുവാണ്, ഇതൊന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ 4 ഡോർ പാഡും കയറ്റണം. പിന്നെ ഈ ബാക്ക് സൈഡിലിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം എടുത്ത് വീണ്ടും റീസെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വെച്ച് നമുക്ക് സൗണ്ട് കേട്ട് നോക്കാം. നമ്മൾ റിയർ ലെഫ്റ്റിലെ ഡോർ പാഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ റിയർ ലെഫ്റ്റിലെ ഡോർ പാഡ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് പോകണം. റിയർ റൈറ്റ് കുറച്ച് മുന്നേ മാറിപ്പോയ റിയർ റൈറ്റിലെ ഡോർ പാഡ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഡോർ പാഡിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇപ്പം കഴിയും.
നമ്മൾ ഫൈനലി നമ്മുടെ ഏറ്റവും അവസാനത്തെ ഡ്രൈവർ സൈഡ് ഡോർ പാഡ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഒന്ന് നോക്കട്ടെ. ഇനിയാണ് നമ്മൾ സൗണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് ഡെമോ അടിച്ച് നോക്കിയോ. ഡെമോ അടിച്ചപ്പോഴേ അടിപൊളിയായിരുന്നു. ഇനി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സൗണ്ട് ഫുള്ള് റീസെറ്റ് ചെയ്യും. ലാസ്റ്റായിട്ട് നമ്മുടെ റൈറ്റ് ഡോർ പാഡിൻ്റെ ഫ്രണ്ടിലെ ഇൻസ്റ്റാൾ ചെയ്തപ്പം ഡോർ പാഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓഡിയോ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു. 4 സ്പീക്കർ മാറി അടിപൊളിയാക്കി. നമുക്കപ്പോൾ എന്തായാലും അത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ സ്വന്തം റോളക്സിൻ്റെ തീമാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ റിറ്റ്സ് 2013 മോഡൽ റിറ്റ്സ് VDIയുടെ 4 സ്പീക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്തു. അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് 2013 ഇൻസ്റ്റാൾ ചെയ്ത 10 വർഷം പഴക്കമുള്ള ഒരു സോണിയുടെ സ്റ്റീരിയോയും അതുപോലെ തന്നെ സോണിയുടെ തന്നെ 2 സ്പീക്കേഴ്സും ആയിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. റിയറിലെ പാർസലിലെ സ്പീക്കേഴ്സ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ 4 ഡോർ പാഡിൽ സ്പീക്കേഴ്സ് കയറ്റി. നമ്മൾ ഫ്രണ്ടിൽ ചെയ്തത് പയനീറിന്റെ കോവാക്സിയൽ സ്പീക്കേഴ്സ് ആണ്. ഫ്രണ്ടിലെ ഡോർ പാഡ് രണ്ടിലും ചെയ്തത്. റിയറിൽ ചെയ്തിരിക്കുന്നത് JBLന്റെ ആണ്. അതും കോവാക്സിയൽ സ്പീക്കേഴ്സ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ഈ സേവനം നമുക്ക് ചെയ്തു തന്നത് കോട്ടയം ജില്ലയിലെ ചേർപ്പുങ്കലുള്ള ഓട്ടോമേനിയാക് എന്ന ഓട്ടോ സ്പെയർ പാർട്സ് ആക്സസറി ഷോപ്പാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം. എൻ്റെ ചാനലിൻ്റെ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, സൗരഭിനയൻ്റെ എൻ്റെ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എക്സൈറ്റിംഗ് ആയ ഡിസ്കൗണ്ടും ഓഫേഴ്സും ഗിഫ്റ്റ് വൗച്ചേഴ്സും ഒക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വരിക, ഇവിടുത്തെ സേവനം ഒന്ന് അനുഭവിച്ചറിയുക. അടിപൊളിയാണ്. ഞാൻ ജെന്യുവിനായിട്ട് പറയുവാണ്. നിങ്ങൾക്ക് ജെന്യുവിൻ ആക്സസറീസും അതുപോലെ തന്നെ ലോകോത്തര സർവീസുമാണ് ഇവർ ചെയ്തു തരുന്നത്. പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം ഞാൻ ചെയ്ത സ്പീക്കേഴ്സിന് തന്നെ 500-800 രൂപ കൂട്ടി പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം 3-4 സ്ഥലത്ത് അന്വേഷണമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവരെ സമീപിക്കുക. ഇവർ അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.